ചേട്ടാ, നല്ല ചൂട് ചക്ക പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി നല്ല കട്ടൻ കാപ്പിയൊക്കെ ഈ മഴ സമയത്ത് കുടിച്ച് എന്ത് രസമായിരിക്കുമല്ലോ. ഞാനും ചേട്ടനും കൂടെ ചക്ക നോക്കാനായിട്ട് പറമ്പിലേക്ക് പോയി. ഭാഗ്യത്തിനൊരു ചക്ക താഴെ നിപ്പുണ്ടായിരുന്നു. ചേട്ടൻ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റൂളൊക്കെ ഇട്ട് ആ ചക്ക വെട്ടി അങ്ങോട്ട് താഴേക്ക് ഇട്ടു. അയ്യോ, എന്റെ ചേട്ടൻ വീഴണ്ടായിരുന്നു. അത് സാഹസികമായിട്ട് എന്റെ ചേട്ടൻ രക്ഷപ്പെടുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത്. അങ്ങനെ ചക്കയൊക്കെ പൊക്കിയെടുത്ത് അകത്തോട്ട് കൊണ്ടുവന്ന് ചേട്ടൻ തന്നെ വെട്ടി തുണ്ടാക്കി തന്നു. ഇത് വൃത്തിയാക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. ചേട്ടനെ അമ്മയൊക്കെ കൂട്ടി വിളിച്ച് ഇതെല്ലാം അങ്ങ് വൃത്തിയാക്കി എടുക്കണം. കോവിഡ് സമയത്താണ് ഈ ചക്കയുടെ ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ല. എല്ലാം അടിമുടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചക്ക പുഴുക്ക്, ചക്ക അവിയൽ, ചക്ക എലിശ്ശേരി, അങ്ങനെ ചക്ക വറുത്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ആണെങ്കിൽ ചക്കയാണെങ്കിൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ചക്ക അവിയലൊക്കെ വെക്കാറുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ ചക്ക വൃത്തിയാക്കാനായിട്ട് പോയി. ഞങ്ങളാണെങ്കിൽ ഇവിടെ കൂടുതൽ ചക്ക കിട്ടുമ്പോൾ കവറിലാക്കി കാറ്റ് കയറാതെ കെട്ടിവെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കും. എന്നിട്ട് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ കുറെ ചക്കയും ചക്കക്കുരും ഒക്കെ അങ്ങോട്ട് ചുരണ്ടി എടുത്തു. എന്നിട്ട് ഇഡ്ഡലി കുട്ടെടുത്ത് അതിലേക്ക് ചക്കക്കുരു തട്ടി കുറച്ച് ഉപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് ചക്കയൊക്കെ അങ്ങോട്ട് വാരി വെച്ച് പുഴുങ്ങാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ചക്കക്കൂട്ടന്മാർ അങ്ങോട്ട് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് പുളിമുളത്തിന്റെ കാര്യം നോക്കാം. ഞങ്ങളുടെ വീട്ടിലെ കാന്താരി മുളക് മൊത്തം തീർന്നായിരുന്നു കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ആന്റിയുടെ പറമ്പിലാണെങ്കിൽ നിറയെ വെള്ളക്കാന്താരി ഉണ്ട്. ഞാനും ചേട്ടനും അതങ്ങോട്ട് പറിക്കാനായിട്ട് പോയി. ഞാൻ ഇതിനെ പാൽമുളക് എന്നാണ് വിളിക്കുന്നത്. ഇത് മീൻകറിക്കകത്തിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാന്താരി മുളക് ഉപയോഗിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് ചമ്മന്തി അരച്ചെടുക്കണം. ഒടുക്കത്തെ ടേസ്റ്റ് ആണ്. മഴയൊക്കെ അപ്പോഴത്തേനും കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യത്തിന് കാന്താരിയൊക്കെ പറിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഇനി നമുക്ക് പുളിമുളക് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ചെറുള്ളി അങ്ങോട്ട് തട്ടിക്കൊടുത്തു. ഞാൻ ഇടിച്ചിട്ട് ഇടിയാൻ അവസാനം ചേട്ടൻ വന്ന് ഇടിച്ചു തന്നു കേട്ടോ. പിന്നെ നമ്മുടെ വലിയ ഉണ്ടമുളകില്ലേ, അതങ്ങോട്ട് ഇടിച്ചു. ചേട്ടനാണെങ്കിൽ ഉണ്ടമുളകിന്റെ ഫാനാണ് കേട്ടോ. ചേട്ടൻ എവിടെ കണ്ടാലും ഇത് മേടിച്ചുകൊണ്ട് വന്ന് ചോറിൻ്റെ കൂടെ ഒക്കെ പച്ചക്ക് അങ്ങോട്ട് തിന്നും. പിന്നെ കാന്താരി മുളക് ഇട്ട് ഇടിയോട് ഇടിയായി. പിന്നെ നമ്മുടെ ഉപ്പും പുളിയും എല്ലാം കൂടെ ചേർത്തൊരു ഇടിയായി. അങ്ങനെ രണ്ടുപേരും കൂടെ കൂട്ട ഇടിയായി. അവസാനം നമ്മുടെ പുളിമുളക് അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ഇവിടെ മുളക് പൊടിയൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് പുളിമുളക് ഇടാറുണ്ട്. നല്ല വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് ചതച്ച് മുളകൊക്കെ ഇടിച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കും. അതും അടിപൊളിയാണ്. ഇനി നമുക്ക് ചതച്ച് വെച്ച് മുളകിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂവി കൊടുക്കാം. ഞാൻ തോനെ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഇളക്കി കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചക്കക്കുട്ടന്മാരെ കാര്യം എന്തായെന്ന് ഓർത്തത്. പെട്ടെന്ന് തന്നെ ഇഡ്ഡലിക്കുട്ടൻ തുറന്നു നോക്കിയപ്പോൾ ആവിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഒരു കട്ടനും കൂടെ തട്ടി കൂട്ടിയിട്ട് ഇതെല്ലാം കഴിച്ചു നോക്കണം. ഞാൻ അങ്ങനെ കട്ടൻ ചായ ഇട്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ എന്നെയും കാത്ത് ഇങ്ങനെ വെളിയിൽ ഇരിക്കുകയായിരുന്നു. മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വേഗം ഇതെല്ലാം കൊണ്ടുവന്ന് നിരത്തി വെച്ചു. അച്ഛനും അപ്പുറത്തെ വീട്ടിലെ ആന്റിയും ഞാനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ ആ ചക്ക അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ചക്ക കുറച്ചെടുത്ത് ആ പുളിമുളകത്തിൽ മുക്കി കഴിച്ചു നോക്കണം. ഭയങ്കര രീതിയായിരുന്നു കേട്ടോ. എന്നിട്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ കഴിച്ചു. ചക്കക്കുരുവൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിച്ചു നോക്കി. പിന്നെ നല്ല ചുടുചുടാ കട്ടൻ കാപ്പിയും കൂടെ കുടിച്ചു. കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനും ആന്റിയൊക്കെയാണ് അവരെ കാലഘട്ടത്തിൽ സ്കൂളിൽ പോയ സമയത്ത് അയനക്കുരു പുഴുങ്ങി തിന്ന കഥയും ചക്കക്കുരു പുഴുങ്ങി തിന്ന കഥയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മഴയായിട്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. മൂടിപ്പോയി ഈ സമയത്ത് കിടന്നുറങ്ങാൻ എന്ത് സുഖമാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. ഓക്കെ, ബൈ.